Good morning to all. Today I am going to teach difference between contract and quasi-contract and a type of quasi-contract. What is mean by contract? An agreement enforceable by law is a contract. A contract implies of two instruments. First, an agreement. Second, enforceable by law. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സുകളിൽ പഠിച്ചിരുന്നു. അതായത് എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എഗ്രിമെൻ്റ് ഈക്വൽ ടു ഓഫർ പ്ലസ് ആക്സെപ്റ്റൻസ്. ഓഫറും ആക്സെപ്റ്റൻസും കൂടുന്നതാണ് ഇത് എഗ്രിമെൻറ്റ്. അപ്പോൾ കോൺട്രാക്റ്റ് എന്തായിരിക്കും? എഗ്രിമെൻറ്റിൻ്റെ കൂടെ പ്ലസ് എൻഫോഴ്സിബിലിറ്റി ബൈ ലോ. നിയമപരമായിട്ട് അതിനൊരു എൻഫോഴ്സിബിലിറ്റി കിട്ടിക്കഴിഞ്ഞാൽ, എഗ്രിമെൻറ്റിന് എൻഫോഴ്സിബിലിറ്റി ബൈ ലോ കിട്ടിക്കഴിഞ്ഞാൽ അതെന്തായിട്ട് തീരും? കോൺട്രാക്റ്റ്. അപ്പോൾ എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എഗ്രിമെൻ്റ് ഈക്വൽ ടു ഓഫർ പ്ലസ് ആക്സെപ്റ്റൻസ്. കോൺട്രാക്റ്റോ എഗ്രിമെൻറ്റ് പ്ലസ് എൻഫോഴ്സിബിലിറ്റി ബൈ ലോ. എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഓഫർ പ്ലസ് ആക്സെപ്റ്റൻസ്, അതിൻ്റെ കൂടെ പ്ലസ് എൻഫോഴ്സിബിലിറ്റി ബൈ ലോയും കൂടി ആയിക്കഴിഞ്ഞാൽ അതെന്താവും? കോൺട്രാക്റ്റ്. നെക്സ്റ്റ്, വാട്ട് ഈസ് quasi-contract? The obligation which are created and imposed by law in the absence of any contract to that effect are called quasi-contract. Quasi-contract are also called constructive contract or contract in law. No man must grow rich out of another person's cost. അതായത് എക്സാമ്പിളിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എക്സ് ഹാസ് ഫോർഗട്ടൺ ഹിസ് ബാഗ് കണ്ടെയ്ൻ സർട്ടൺ ട്രേഡിംഗ് ആർട്ടിക്കിൾസ് അറ്റ് വൈസ് ഷോപ്പ്. ബൈ മിസ്റ്റേക്ക് എക്സിൻ്റെ കുറച്ച് ഐറ്റംസ് വൈയുടെ ഷോപ്പിൽ മറന്നുപോയി. വൈ ഈസ് അണ്ടർ ലീഗൽ ഒബ്ലിഗേഷൻ ടു റിട്ടേൺ ദം ടു എക്സ്. വൈ അതൊരു ലീഗൽ ഒബ്ലിഗേഷനാണ്. വൈയുടെ കടയിൽ മറന്നു വെച്ച സാധനം എക്സിന് റിട്ടേൺ ചെയ്യാന്നുള്ളത് ഒരു ലീഗൽ ഒബ്ലിഗേഷനാണ്. അപ്പോൾ ഇത് ശരിക്കും ഒരു കോസി കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞൊരു കോൺട്രാക്റ്റ് അല്ല, അത് ലീഗലി ഇമ്പോസ് ചെയ്യണം അത് ചെയ്യാൻ. ഇപ്പം നമ്മളുടെ ഇപ്പോൾ നമുക്ക് ഒരു സാധനം കളഞ്ഞു കിട്ടിക്കഴിഞ്ഞാൽ അത് തിരിച്ചു കൊടുക്കുമ്പോൾ അവിടെ ഒരു കോൺട്രാക്റ്റാണ് വരുന്നത്, രണ്ട് ഇൻഡിവിജ്വൽസ്. അതൊരു ശരിക്കുള്ളൊരു കോൺട്രാക്റ്റ് അല്ല, ലോ ഇമ്പോസ് ചെയ്യണം നമ്മളെ അത് തിരിച്ചു കൊടുക്കണമെന്ന്. അങ്ങനത്തെയുള്ള കോൺട്രാക്റ്റുകളെയാണ് നമ്മൾ കോസി കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ദ ഒബ്ലിഗേഷൻ വിച്ച് ആർ ക്രിയേറ്റഡ് ആൻഡ് ഇമ്പോസ്ഡ് ബൈ ലോ ഇൻ ദ ആബ്സെൻസ് ഓഫ് എനി കോൺട്രാക്ട് ടു ദാറ്റ് ഇഫക്റ്റ്. ഒരു കോൺട്രാക്റ്റ് ഇല്ല, പക്ഷേ നമ്മൾ ഇമ്പോസ് ചെയ്യണമല്ലോ, നമുക്ക് കളഞ്ഞു കിട്ടിയ സാധനം തിരിച്ച് അവരെ ഏൽപ്പിക്കണമെന്ന് നമ്മളെ ഇമ്പോസ് ചെയ്യണം. അങ്ങനത്തെ കോൺട്രാക്റ്റുകളെയാണ് നമ്മൾ കോസി കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഇതിനെ പറയുന്ന വേറെ പേരുകളാണ് കൺസ്ട്രക്റ്റീവ് കോൺട്രാക്റ്റ്, കോൺട്രാക്റ്റ് ഇൻ ലോ, ഇമ്പോസ്ഡ് കോൺട്രാക്റ്റ് എക്സെട്ര. ഇത് കോസി കോൺട്രാക്റ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ മാക്സിം. അതൊരു മാക്സിമത്തിൻ്റെ, അതായത് നോ മാൻ മസ്റ്റ് ഗ്രോ റിച്ച് ഔട്ട് ഓഫ് അനദർ പേഴ്സൺസ് കോസ്റ്റ്. മറ്റൊരാളുടെ കോസ്റ്റ് കൊണ്ട് വേറൊരാൾ ഗ്രോ ചെയ്യരുത്. നോ മാൻ മസ്റ്റ് ഗ്രോ റിച്ച് ഔട്ട് ഓഫ് അനദർ പേഴ്സൺസ് കോസ്റ്റ്. അപ്പോൾ കോസി കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? The obligation which are created and imposed by law in the absence of any contract. അവർ തമ്മിലൊരു കോൺട്രാക്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷേ ലോ ഇമ്പോസ് ചെയ്യണം അത് ചെയ്യാനായിട്ട്. അങ്ങനത്തെയുള്ള കോൺട്രാക്റ്റുകളെയാണ് നമ്മൾ കോസി കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ കോൺട്രാക്റ്റ് ആൻഡ് കോസി കോൺട്രാക്റ്റ്? ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് ഫുൾ ഫ്ലെഡ്ജ് കോൺട്രാക്റ്റ്. കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോൺട്രാക്റ്റിൽ എന്തൊക്കെ വരുന്നുണ്ട്. അതിൽ ഓഫർ വരുന്നുണ്ട്, ആക്സെപ്റ്റൻസും വരുന്നുണ്ട്, എൻഫോഴ്സിബിൾ ബൈ ലോ. ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്താൽ മാത്രമേ നമ്മൾ അതിനൊരു കോൺട്രാക്റ്റ് എന്ന് പറയുള്ളൂ. അതാണ് പറയുന്നത് ഇറ്റ് ഈസ് എ ഫുൾ ഫ്ലെഡ്ജ്ഡ് കോൺട്രാക്റ്റ്. ഇതൊരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള കോൺട്രാക്റ്റാണ്. ഫുൾ ഫ്ലെഡ്ജ്ഡ് കോൺട്രാക്റ്റാണ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. കോസി കോൺട്രാക്റ്റോ, ഇതിലൊരു കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ ലോ നിർബന്ധിക്കുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യുക. ഇറ്റ് ഈസ് നോട്ട് റിയൽ കോൺട്രാക്റ്റ്. അല്ലാണ്ട് ഈ കോൺട്രാക്റ്റിൽ എഗ്രിമെൻറ്റോ ഓഫറോ ആക്സെപ്റ്റൻസോ അതൊന്നുമില്ല. ഇവിടെ ലോ നമ്മൾ കമ്പൽ ചെയ്യണം അത് റിട്ടേൺ ചെയ്യണമെന്ന്. അങ്ങനത്തെ കോൺട്രാക്റ്റുകളെയാണ് നമ്മൾ കോസി കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് പോയിന്റ്, ഓൾ എസെൻഷ്യൽ എലമെൻറ്റ്സ് സച്ച് എസ് ഓഫർ, ആക്സെപ്റ്റൻസ്, ഫ്രീ കൺസെൻറ്റ് ആൻഡ് കൺസിഡറേഷൻ ആർ ദെയർ. ഒരു കോൺട്രാക്റ്റിൽ ഓഫർ വരും, ആക്സെപ്റ്റൻസ് വരും,
ഫ്രീ കൺസെൻ്റ് ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് വാലിഡ് കോൺട്രാക്റ്റ്. ആ എല്ലാ ഐറ്റംസും ഇതിൽ വരും കോൺട്രാക്റ്റിൽ. അതായത് ഓഫർ ഉണ്ട്, ആക്സെപ്റ്റൻസ് ഉണ്ട്, ഫ്രീ കൺസെൻ്റ് ഉണ്ട്, ലോഫുൾ കൺസിഡറേഷൻ ഉണ്ട്, ലോഫുൾ ഒബ്ജക്റ്റ്, അങ്ങനെ എല്ലാം ഇൻക്ലൂഡ് ചെയ്താണ് ഇത് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കോസി കോൺട്രാക്റ്റ് എന്തായിരിക്കും? ഇറ്റ് ഈസ് നോട്ട് എ റിയൽ കോൺട്രാക്റ്റ്. നമ്മൾ പറഞ്ഞില്ലേ, രണ്ട് ഇൻഡിവിജ്വൽസ് ഒരു ഓഫർ കൊടുത്ത് പിന്നെ ആക്സെപ്റ്റൻസ് കൊടുത്ത് ആ രീതിയിൽ ഫോം ചെയ്യുന്ന ഒരു കോൺട്രാക്റ്റ് അല്ലേ ഇത് കോസി കോൺട്രാക്റ്റ്. അത് ലോ ഇമ്പോസ് ചെയ്യാണ്, അങ്ങനത്തെ കോൺട്രാക്റ്റാണ് കോസി കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഇതിലെങ്ങനെയാണ് എ കോസി കോൺട്രാക്ട് ലാക്ക് ദ എസെൻഷ്യൽസ് ഓഫ് എ കോൺട്രാക്റ്റ്. ഒരു കോൺട്രാക്റ്റിൻ്റെ എസെൻഷ്യൽസ് ഒന്നും ഇതിലുണ്ടാവില്ല കോസി കോൺട്രാക്റ്റിൽ. അതായത് ഓഫർ ഉണ്ടാവില്ല, ആക്സെപ്റ്റൻസ് ഉണ്ടാവില്ല, ഫ്രീ കൺസെൻറ്റ് ഉണ്ടാവില്ല, കൺസിഡറേഷൻ, ഈ എല്ലാം ഏതിലുണ്ടാവില്ല? ഇങ്ങനത്തെ ഒന്നും ഏതിലുണ്ടാവില്ല? കോസി കോൺട്രാക്റ്റിൽ ഉണ്ടാവില്ല. എ കോൺട്രാക്റ്റ് ഈസ് ആൻ എഗ്രിമെൻറ്റ്. നമ്മൾ പറഞ്ഞു ഒരു കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ എഗ്രിമെൻ്റ് ആണ്. എഗ്രിമെൻറ്റിൽ ഏതൊക്കെ വരുന്നത്? ഓഫർ പ്ലസ് ആക്സെപ്റ്റൻസ്. ഓഫറും ആക്സെപ്റ്റൻസും കൂടുന്നതാണ് എഗ്രിമെൻറ്റ്. അപ്പോൾ ഒരു കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ഈസ് ആൻ എഗ്രിമെൻറ്റ്. ഒരു കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു എഗ്രിമെൻ്റ് ആണ്. കോസി കോൺട്രാക്റ്റിലോ അങ്ങനെ ഒരു എഗ്രിമെൻ്റ് അവർ ക്രിയേറ്റ് ചെയ്യണ്ട, ഇല്ല. അപ്പോൾ ദർ ഈസ് നോ എഗ്രിമെൻറ്റ്. അതായത് അതിലൊരു ഓഫറോ അല്ലെങ്കിൽ ആക്സെപ്റ്റൻസോ ഏതിൽ വരുന്നില്ല? കോസി കോൺട്രാക്റ്റിൽ വരുന്നില്ല. ഫോർത്ത് പോയിന്റ്, ഇറ്റ് ക്രിയേറ്റ് എ കൺസ്ട്രക്ഷണൽ ഒബ്ലിഗേഷൻ ബിറ്റ്വീൻ ദ പാർട്ടീസ് ത്രൂ ആൻ എഗ്രിമെൻറ്റ്. ഒരു എഗ്രിമെൻറ്റ് വഴി അവർ തമ്മിൽ എന്തുണ്ടാവണേ? ഒരു ഒബ്ലിഗേഷൻ ക്രിയേറ്റ് ചെയ്യണം കോൺട്രാക്റ്റിൽ. അതായത് അവിടെ ഓഫർ കൊടുക്കണം, മറ്റാൾ അത് ആക്സെപ്റ്റ് ചെയ്യണം, അതിന് ലീഗലി എന്ത് കിട്ടണം? എൻഫോഴ്സബിലിറ്റി കിട്ടണം. അതാണ് ഇറ്റ് ക്രിയേറ്റ് എ കോൺട്രാക്ഷണൽ ഒബ്ലിഗേഷൻ ബിറ്റ്വീൻ ദ പാർട്ടീസ് ത്രൂ ആൻ എഗ്രിമെൻറ്റ്. കോസി കോൺട്രാക്റ്റിൽ എങ്ങനെയാണ്? കോസി കോൺട്രാക്റ്റിൽ ആർ സർട്ടൻ ഒബ്ലിഗേഷൻ വിച്ച് ആർ ഓൺലി ക്രിയേറ്റഡ് ആൻഡ് ഇമ്പോസ്ഡ് ബൈ ലോ. നിയമപരമായിട്ട് ഇമ്പോസ് ചെയ്യുന്നതാണ്. അതായത് ഇപ്പോൾ എക്സിൻ്റെ ഒരു സാധനം വൈയുടെ കടയിൽ മറന്നു വെച്ച് കഴിഞ്ഞാൽ വൈനെ ലീഗലി അത് ഇമ്പോസ് ചെയ്യണം, അത് തിരിച്ചാർക്ക് കൊടുക്കാൻ? എക്സിന്. അല്ലാണ്ട് അത് അവിടെ ഒരു ഓഫർ കൊടുത്ത് ആക്സെപ്റ്റൻസ് വാങ്ങി അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കോൺട്രാക്റ്റ് അല്ല കോസി കോൺട്രാക്റ്റ്. അപ്പോൾ വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ കോൺട്രാക്റ്റ് ആൻഡ് കോസി കോൺട്രാക്റ്റ്? First point, contract is a full-fledged contract. Cozy contract, it is not a real contract. Second point, all essential elements such as offer, acceptance, free consent and consideration are there in a contract. In case of cozy contract, it lacks all essential elements of a valid contract. Next, a contract is an agreement. In case of cozy contract, there is no agreement. Fourth point, it creates an conceptual obligation between the parties through an agreement. In case of cozy contract, there are certain obligations which are only created and imposed by law. Next, we move to the type of cozy contract. Type of cozy contracts. There are 4 types of cozy contract. First point, claim for necessary supply. Second point, reimbursement of payment made by an interested person. Third, obligation to pay for the benefit enjoyed from non-gratuitous act. Fourth, responsibility of finder of goods. First point, claim for necessary supplied. First point പറയുന്നത് Section of the Indian Contract Act reveals that if necessary are supplied to a person who is not capable of contracting, the supplier is entitled to reimburse the money to the supplier. ഇതിൽ പറയണതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എക്സ് എന്ന് പറഞ്ഞൊരു ലുനാറ്റിക്സ് ആയിട്ടുള്ള പേഴ്സണാണ്. ഈ എക്സ് ലുനാറ്റിക്സ് ആയതുകൊണ്ട് തന്നെ ഈ എക്സിനും എക്സിൻ്റെ ഫാമിലിക്കും വേണ്ട നെസസറി ഗുഡ്സ് വൈ സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വൈക്ക് ആ എമൗണ്ട് എക്സിൻ്റെ പ്രോപ്പർട്ടിയിൽ നിന്ന് ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. നോക്കിയേ, എക്സ് സപ്ലൈസ് വൈസ് എ ലുനാറ്റിക് വിത്ത് നെസസറി സ്യൂട്ടബിൾ ഫോർ ദെയർ സ്റ്റാൻഡേർഡ് ഇൻ ലൈഫ്. നെസസറി ആയിട്ടുള്ള ഐറ്റംസ് വൈ ആണ് എക്സ് ആണ് ലുനാറ്റിക്സ് ആയിട്ടുള്ള പേഴ്സൺ. അപ്പോൾ എക്സ് സപ്ലൈസ് വൈക്ക് സപ്ലൈ ചെയ്യാണ് വിത്ത് നെസസറി സ്യൂട്ടബിൾ ടു ദെയർ സ്റ്റാൻഡേർഡ് ഇൻ ദെയർ ലൈഫ്.
X is entitled to claim the total amount of such supplies from the property of Y. അതായത് എക്സ് വൈക്ക്, അതായത് ലുനാറ്റിക്സ് ആയിട്ടുള്ള പേഴ്സൺസിന് നെസസറി ആയിട്ടുള്ള ഗുഡ്സ് പ്രൊവൈഡ് ചെയ്യണ ഈ നെസസറി ഗുഡ്സിന് അയാൾ സ്പെൻഡ് ചെയ്യണ മണിക്ക് ഈക്വലൻ്റ് ആയിട്ടുള്ള എമൗണ്ട് അയാളുടെ പ്രോപ്പർട്ടിയിൽ നിന്ന്, അതായത് വൈയുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ് ആർക്കുണ്ട്? എക്സിനുണ്ട്. അതാണ് ഫസ്റ്റ് പോയിന്റ്, ക്ലെയിംസ് ഫോർ നെസസറി സപ്ലൈഡ്. Second point, reimbursement of payment made by an interested person. ഇതിലൊരു എക്സാമ്പിൾ പറയാം. അതായത് എക്സും വൈയും ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടേക്കാണ്. എക്സിൻ്റെ ഭൂമി വൈക്ക് പാട്ടത്തിന് കൊടുത്തേക്കാണ്, കൾട്ടിവേഷന് വേണ്ടി പാട്ടത്തിന് കൊടുത്തേക്കാണ്. എക്സ് ആളുടെ സ്വന്തം ഭൂമിയിലേക്ക് എന്ത് ചെയ്തില്ല? ടാക്സ് പേയ്മെൻറ്റ് നടത്തിയില്ല. അപ്പോൾ അതിന് പകരമായിട്ട് ഗവൺമെൻറ് ആ പ്രോപ്പർട്ടി ഓപ്ഷന് ഇട്ടു. അപ്പോൾ വൈക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈയുടെ വരുമാനമാണ് ആ പ്രോപ്പർട്ടിയിൽ കൾട്ടിവേറ്റ് ചെയ്തിട്ട് അതിലെ സാധനങ്ങൾ വിറ്റ് കിട്ടുന്ന കാശ്. അപ്പോൾ വൈ എന്ത് ചെയ്തു? എക്സിന് വേണ്ടി വൈ അതിൻ്റെ പേയ്മെൻറ്റ് നടത്തി. വൈ പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ വൈക്ക് എന്ത് റൈറ്റ് ഉണ്ട്? എക്സിൻ്റെ നിന്ന് ആ പ്രോപ്പർട്ടി തിരിച്ചു വാങ്ങാനുള്ള റൈറ്റ് ഉണ്ട്. മനസ്സിലായി? അതായത് വൈ പാട്ടത്തിനെടുത്ത ഭൂമിയിലെ ടാക്സ് ആര് കൊടുത്തില്ല? എക്സ് പേയ്മെൻറ്റ് നടത്തിയില്ല. എക്സ് പേയ്മെൻറ്റ് നടത്താത്ത കാരണം വൈക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല. ഗവൺമെൻറ് എന്ത് ചെയ്തു? അത് ഓപ്ഷൻ ഇട്ടു. ഓപ്ഷൻ ഇട്ട് കഴിഞ്ഞപ്പോൾ വൈ എന്ത് ചെയ്തു? എക്സിന് വേണ്ടി ആ പൈസ പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ പിന്നീട് എക്സ് വൈക്ക് ആ എമൗണ്ട് കൊടുക്കാനുള്ള ബാധ്യതയുണ്ട്. അതാണ് സെക്കൻഡ് പോയിന്റ് പറയുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത് ക്ലെയിംസ് ഫോർ നെസസറി സപ്ലൈഡ്. അതായത് ഒരു ലുനാറ്റിക്സ് ആയിട്ടുള്ള ഒരു പേഴ്സണിന് വേണ്ടി എന്തെങ്കിലും പൈസ ഒരാൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലുനാറ്റിക്സോ അങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള പൈസ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ പൈസയെ മറ്റൊരാളുടെ നിന്ന്, ആ ലുനാറ്റിക്സ് ആയിട്ടുള്ള പേഴ്സൻ്റെ നിന്ന് വാങ്ങാനുള്ള തിരിച്ച് റീഇംബേഴ്സ് ചെയ്യാനുള്ള തിരിച്ച് കിട്ടാനുള്ള ഉത്തരവാദിത്തം ആർക്കുണ്ട്? അതിന് ആ എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്ന ആൾക്ക്. സെക്കൻഡ് പോയിന്റ് പറയുന്നത് റീഇംബേഴ്സ്മെൻറ്റ് ഓഫ് പേയ്മെൻറ്റ് മെയ്ഡ് ബൈ ഇൻട്രസ്റ്റഡ് പേഴ്സൺ. ഇവിടെ ഇൻട്രസ്റ്റഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ആരാ? അതായത് ആരാണോ ആ ഭൂമിയിൽ കൾട്ടിവേഷൻ ചെയ്യുന്നത്, അപ്പോൾ അവർക്ക് ആ കൾട്ടിവേഷനിൽ നിന്ന് എന്ത് കിട്ടേണ്ടത്? അതിൽ നിന്ന് ഈ വരുമാനം കിട്ടേണ്ടത്. അപ്പം അയാൾ ടാക്സ് അടയ്ക്കാണ്ട് വന്നു കഴിഞ്ഞാൽ ഈ ടെനൻറ്റ് അതിൻ്റെ എമൗണ്ട് അടച്ചു. അപ്പം പിന്നീട് ആ എക്സ് എന്ന് പറഞ്ഞ ആൾ വൈക്ക് ആ എമൗണ്ട് തിരിച്ച് കൊടുക്കേണ്ടത് ബാധ്യതയുണ്ട്. അതാണ് സെക്കൻഡ് പോയിന്റ്. നെക്സ്റ്റ് പറയുന്നത് ഒബ്ലിഗേഷൻ ടു പേ ഫോർ ദി ബെനിഫിറ്റ് എൻജോയ്ഡ് ഫ്രം നോൺ ഗ്രാറ്റിറ്റ്യൂസ് ആക്ട്. എന്താണ് ഗ്രാറ്റിറ്റ്യൂസ് ആക്ട് എന്ന് പറഞ്ഞാൽ? അതായത് സൗജന്യമായിട്ട് കിട്ടുന്നതിനെയാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂസ് ആക്ട് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സും വൈയും, അതിൽ വൈയുടെ കുറച്ച് ഐറ്റംസ് എക്സിൻ്റെ ഷോപ്പിൽ മറന്നു വെച്ച് പോയി. വൈയുടെ കുറച്ച് ഐറ്റംസ് എക്സിൻ്റെ ഷോപ്പിൽ മറന്നു വെച്ച് പോയി. എക്സ് അത് അന്വേഷിച്ചു. എക്സ് വിചാരിച്ചു വൈ അത് എന്ത് ചെയ്തതാന്ന് അയാൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി തന്നതാന്ന് വിചാരിച്ചുകൊണ്ട് എക്സ് അതിലെ മണി ഫുള്ളായിട്ട് യൂസ് ചെയ്തു. ആ ബാഗിലുണ്ടായിരുന്ന മണി ഫുള്ളായിട്ട് യൂസ് ചെയ്തു. അപ്പം എക്സിൻ്റെ ആ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ വൈ ആ പൈസ എക്സിനോട് ആവശ്യപ്പെടുകയാണെങ്കിൽ എക്സ് ആ ഫണ്ട് തിരിച്ച് വൈക്ക് കൊടുക്കണം. അതുപോലെ തന്നെ ഇപ്പം ഇതുപോലെ ഒരു ബാഗ് കളഞ്ഞു കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫൈൻ. അപ്പം അതാണ് പറയണത് ഗ്രാറ്റിറ്റ്യൂസ് ആക്റ്റിൽ ഒബ്ലിഗേഷൻ ടു പേ ഫോർ ദി ബെനിഫിറ്റ് എൻജോയ്ഡ് ഫ്രം നോൺ ഗ്രാറ്റിറ്റ്യൂസ് ആക്ട്. അതായത് ഇങ്ങനെ സൗജന്യമായിട്ട് കിട്ടുന്ന സാധനങ്ങൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഓണർ അതിൻ്റെ എമൗണ്ട് ആവശ്യപ്പെട്ട തിരിച്ചു കൊടുക്കാനുള്ള ബാധ്യതയുണ്ട്. നെക്സ്റ്റ് റെസ്പോൺസിബിലിറ്റി ഓഫ് ഫൈൻഡർ ഓഫ് ഗുഡ്സ്. ഫൈൻഡർ എന്ന് പറഞ്ഞാൽ ആരാ? ഫൈൻഡർ എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കുന്ന ആൾ അല്ലേ. ഇപ്പോൾ എക്സാമ്പിൾ പറയണമെങ്കിൽ ഇപ്പോൾ എക്സിൻ്റെ ജെ എന്ന് പറഞ്ഞൊരു ജെയുടെ ഇൻഡിവിജ്വൽ കെയുടെ ഷോപ്പിൻ്റെ അടുത്തായിട്ടൊരു റിങ് കളഞ്ഞു കിട്ടി. ജെ എന്ന് പറഞ്ഞ ആൾക്ക് കെയുടെ കയ്യിൽ നിന്ന് ഷോപ്പിൻ്റെ, അപ്പം ജെ ആരെ ഏൽപ്പിച്ചു? കെനെ ഏൽപ്പിച്ചു. ആ റിങ്ങിനെ കുറിച്ചുള്ള അഡ്വർടൈസ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ നടത്തി കെ, പക്ഷേ അതിൻ്റെ ഓണറിനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല.
അപ്പോൾ കെയുടെ റെസ്പോൺസിബിലിറ്റിയാണ് എന്ത്, അത് ജയനെ ഏൽപ്പിക്കുക എന്നുള്ളത്. കെയുടെ റെസ്പോൺസിബിലിറ്റിയാണത് ജയനെ ഏൽപ്പിക്കുക എന്നുള്ളത്. ഇപ്പോൾ അതിന് എന്തെങ്കിലും മണി സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും മണി സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കെയ്ക്ക് അത് വാങ്ങാനുള്ള റൈറ്റ് ഉണ്ട്. അല്ലെങ്കിൽ അതെന്ത് ചെയ്യാം, അത് ആ റിങ് തിരിച്ച് ജയനെ, അതായത് ഫൈൻഡർക്ക് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അത് തിരിച്ചേൽപ്പിക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്. റെസ്പോൺസിബിലിറ്റി ഓഫ് ഫൈൻഡർ ഓഫ് ഗുഡ്സ്. ദീസ് ആർ ദ ടൈപ്പ് ഓഫ് കോസി കോൺട്രാക്ട്. ഫസ്റ്റ് പോയിന്റ്, ക്ലെയിം ഫോർ നെസസറി സപ്ലൈഡ്. സെക്കൻഡ്, reimbursement of payment made by an interested person. Third, obligation to pay for the benefit enjoyed from non-gratuitous act. Fourth point, responsibility of finder of goods. Next assignment question. First, what are the type of quasi contract? Second, bring out the difference between contract and quasi contract. Okay, thank you.